എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ബയോളജി ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ആൻസർ കഴിഞ്ഞ വീഡിയോയിൽ ഇറൈസ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ എഴുതിയതായിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് നന്നാവുന്നത് ആൻസേഴ്സ് എല്ലാം ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദ്യം വായിക്കുമ്പോൾ ആൻസർ കാണാൻ കഴിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ അടിയിലുള്ള ആൻസർ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഇവിടെയായിരുന്നു ഇന്നലെ നിർത്തിയിട്ടുണ്ടായിരുന്നത് 70 ml വരെ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞൻ്റെ രക്തസാമ്പിളുകളാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അയ്യോ, ആൻസർ കണ്ടോ? ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റട്ടെ, സൈഡിലേക്ക് മാറ്റട്ടെ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞൻ്റെ രക്തസാമ്പിളുകളാണ്? അപ്പോൾ ജനിതക മാപ്പാണ് തയ്യാറാക്കുന്നത്. ഏത് ശാസ്ത്രജ്ഞൻ്റെ രക്തസാമ്പിളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? ജെയിംസ് വാട്സൺ ആണ് ശരിയായ ഉത്തരം. ജെയിംസ് വാട്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ എന്താണ്? ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന്? കുറവാണ്. ഗ്ലൈസീമിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും മനസ്സിലാക്കാം എന്താണ്? രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥ. അപ്പം ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയുന്നതാണ്. ഹൈപ്പർ, ഹൈപ്പോ എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പം എന്താണ് കുറയുന്നത്? രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. അടുത്ത ക്വസ്റ്റ്യൻ, നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുടെ പേര് എന്താണ്? നാക്കിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്? അതെ, പാപ്പില്ലകൾ. പാപ്പില്ലകൾ ശരിയാണ്, പാപ്പില്ലകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡ്. അപ്പോൾ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആര് കാത്തിരിക്കുന്നുണ്ടാവും? ആരാ അവിടെ ഉള്ളത്? ഏത് ആസിഡാ? നമുക്ക് ആകെ ഒരു ആസിഡേ അവിടെ അറിയുള്ളൂ അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആൻസർ നോക്കാം, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പം ആഹാരത്തിലൂടെ നമ്മുടെ ആമാശയത്തിൽ എത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താണ്? ഇങ്ങനെ വന്നിട്ട് ശ്വാസനാളത്തിലേക്ക് ഒരു വഴിയുണ്ട്, നമുക്ക് അന്നനാളത്തിലേക്ക് ഒരു വഴിയുണ്ട്. അപ്പോൾ അതിൽ നിന്നും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ നമുക്ക് തടഞ്ഞു നിർത്തുന്ന ഒരു ഭാഗമുണ്ട്. അതേതാണ്? ക്ലോമപിതാനം അഥവാ എപ്പിഗ്ലോട്ടിസ് ആണ്. മലയാളം പഠിച്ചു വെക്കണേ. നമുക്കൊക്കെ എപ്പിഗ്ലോട്ടിസ് ആയിരിക്കും ചിലപ്പോൾ അറിയുന്നത്. ക്ലോമപിതാനം എന്നുകൂടി നമ്മൾ പഠിച്ചു വെക്കണം. ക്ലോമപിതാനം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ക്ലോമപിതാനമാണ് ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം കടക്കാതെ സഹായിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ആഹാരത്തിലെ ആമാശയത്തിൽ എത്തിക്കുന്ന അന്നനാളത്തിൻ്റെ പ്രത്യേക തരം സങ്കോച വികാസത്തിൻ്റെ പേര് എന്താണ്? അപ്പം ആഹാരം നമ്മൾ ആമാശയത്തിലേക്ക് പോകുന്ന ആ പ്രോസസ്സിൽ അന്നനാളത്തിലൂടെ പോകുമ്പം അന്നനാളത്തിന് ഒരു പ്രത്യേക തരം സങ്കോച വികാസം നടക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താണ്? അതെ, പെരിസ്റ്റാൾസിസ് ആണ്. പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം ഏത്? വൻകുടലാണ്. വൻകുടൽ. ഓക്കെ, ചിലപ്പോൾ ചിലർക്ക് ഓപ്ഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓപ്ഷൻസ് കണ്ടിരുന്നെങ്കിൽ ഞാൻ എഴുതിയേനെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ജലാംശം ആഗിരണം നടക്കുന്നത് എവിടെ നിന്നാണ്? വൻകുടലിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? പിത്തരസം അറിയാലോ, അതിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? അതെ, ബിലിറൂബിനുണ്ട്, ബിലിവെർഡിനുണ്ട്. ബിലിറൂബിൻ, ബിലിവെർഡിൻ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ വന്നു, മോണയാണ്. പെരിയോഡോണ്ടൈറ്റിസ്.
എന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മോണേനെയാണ് ബാധിക്കുന്നത്, മോണ. അപ്പം ഞാൻ ആൻസർ മായ്ച്ച് ഞാൻ എഴുതുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ച് സമയവും പോവും. പിന്നെ ഞാൻ എഴുതിയാൽ ഇത് ഉപയോഗിച്ച് എഴുതുന്നത് വല്ല വൃത്തിയുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ഒഴിവാക്കിയത്. ഇതാകുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യനും ആൻസറും അവിടെ തന്നെ ഉണ്ടാവും. ആൻസർ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ഓക്കെ, അടുത്തത് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല സിമൻറ്റം. സിമൻറ്റമാണ്. അപ്പോൾ പല്ലിനെ സിമൻ്റൊക്കെ ഇട്ടിങ്ങനെ ഉറപ്പിച്ച് നിർത്തിയതാണ്. ചിന്തിച്ചാൽ മതി. കുഴിയിൽ പല്ലിനെ സിമൻ്റൊക്കെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് പല്ലിൽ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്ന ഭാഗം അതേതാണ്? രക്തക്കുഴലുകളും നാഡികളൊക്കെയുള്ള ഭാഗം ഏതാണ്? പൾപ്പ് ക്യാവിറ്റി ആണ്. പൾപ്പ് ക്യാവിറ്റിയിലാണ് രക്തക്കുഴലുകളും നാഡികളും ഒക്കെ കാണപ്പെടുന്നത്. അടുത്തത് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം ഏതാണ്? സെല്ലുലോസ് ആണ് കേട്ടോ, സെല്ലുലോസ്. അടുത്ത ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞ് സെല്ലുലോസ് ഇവിടെയായിരുന്നു ആൻസർ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം നിങ്ങൾക്ക് കാണാമല്ലോ. താടികൾക്കിടയിൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥി. താടികൾക്കിടയിൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥി സബ് മാക്സിലറി ഗ്രന്ഥി. സബ് മാക്സിലറി ഗ്രന്ഥി. ഈ വീഡിയോ നിങ്ങൾക്ക് റിവിഷനായിട്ട് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇയർഫോൺ വെച്ച് ഇങ്ങനെ കേൾക്കുവാണെങ്കിലൊക്കെ കേൾക്കാൻ ഉപകാരമായിരിക്കും. കാരണം ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആൻസർ ആയിട്ടല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ കൺഫ്യൂഷനൊന്നും വരില്ല. നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ താടികൾക്കിടയിൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ് മാക്സിലറി ഗ്രന്ഥി. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത്? അപ്പോൾ ആഗിരണം നടക്കുന്നത് എവിടെയാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അത് പൂർണ്ണമായി നടപ്പാകുന്നത് ഏത് സവിശേഷത മൂലമാണ്? വില്ലസുകളുണ്ട് അല്ലേ? ചെറുകുടലിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന എന്ത് കാണാം നമുക്ക്? വില്ലസുകളുണ്ട്. ഇത് ഉള്ളത് കൊണ്ടാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായിട്ട് നടപ്പാകുന്നത്. ഓക്കെ, അടുത്തത് ദഹനരസങ്ങളിൽ നിന്ന് ആമാശയത്തെ സംരക്ഷിക്കുന്നത്. ദഹനരസങ്ങളിൽ നിന്ന് ആമാശയത്തെ സംരക്ഷിക്കുന്നത് എന്താണ്? ശ്ലേഷ്മമാണ്. ശ്ലേഷ്മം അറിയാലോ, ദഹനരസങ്ങളിൽ നിന്ന് ആമാശയത്തെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മം. അടുത്തത് ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം? പക്വാശയം ഏത് ആയിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെറുകുടലാണ്. ചെറുകുടലുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? പക്വാശയം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പിത്തരസം എവിടെ സംഭരിക്കുന്നു? പിത്തരസം, നിങ്ങൾ താഴെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പറയണേ, കാരണം എൻ്റെ എളുപ്പത്തിനാണ് ഞാൻ ചെയ്യുന്നത്. മറ്റേത് എനിക്ക് ഇരട്ടിപ്പണിയാണ് കേട്ടോ. സമയമൊന്നും ഇല്ലല്ലോ നമുക്ക് അതിനൊന്നും. ഓക്കെ, പിത്തരസം എവിടെ സംഭരിക്കുന്നു? പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിൽ. സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. അടുത്തത്, നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ലവണം. നിർജ്ജലീകരണം സംഭവിക്കുമ്പം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ലവണം ഏതാണ്? അതെ, സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവമാണ്? കരളല്ലേ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. അടുത്തത്, രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അഡ്രിനാലിനാണ്. അടുത്തത്, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. അൽഡോസ്റ്റിറോൺ. ഓക്കെ, അടുത്ത ചോദ്യം, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ.
അടുത്തത് അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ. അടിയന്തര ഘട്ടങ്ങളിൽ ഏത് ഹോർമോണാണ് പ്രവർത്തന സജ്ജമാകുന്നത്? ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാൽ എന്നല്ലേ? അതെ, അഡ്രിനാലിനാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയായിരുന്നു ചോദിച്ചത്. സോറി, അഡ്രീനൽ ഗ്രന്ഥിയാണ്. അഡ്രീനൽ ഗ്രന്ഥി. അടുത്ത ചോദ്യം നോക്കൂ. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന വാസോപ്രസിൻ ഹോർമോണിന്റെ അഭാവത്തിൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥ. മനസ്സിലായോ? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് എന്ത് പുറപ്പെടുവിക്കുന്നത്? വാസോപ്രസിൻ. ആ വാസോപ്രസിൻ ഹോർമോണിന്റെ അഭാവത്തിൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. ഇൻസിപ്പിഡസ്. ഇത് നിങ്ങൾ നോക്കിക്കേ. സ്പീഡിൽ നമ്മൾ മൂത്രമൊഴിക്കാം. നമ്മൾ മൂത്രമൊഴിക്കാൻ മുട്ടിയ സ്പീഡിൽ ഓടൂലേ? എങ്ങോട്ടോ ഓടുക? ഉള്ളിലേക്കല്ല ഓടുക, ബാത്റൂമിലേക്ക് കേട്ടോ. പുറത്ത് മൂത്രമൊഴിക്കുന്നവരുണ്ടാവും, സോറി. അപ്പോൾ സ്പീഡിൽ ഇന്നിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഏതാണ്? വാസോപ്രസിൻ അതിൻ്റെ അഭാവം മൂലം ധാരാളമായിട്ട് മൂത്രം പോകുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് കേട്ടോ. ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അതെ, പാൻക്രിയാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതാണ് ഗ്ലൂക്കഗോൺ. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ഇൻസുലിൻ ഹ്യൂമുലിൻ ആണ്. ഹ്യൂമുലിൻ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. അതെല്ലാവർക്കും അറിയാലോ, പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത്. അടുത്തത്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമായ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉൽപ്പാദിപ്പിക്കുന്ന 1-2 ഹോർമോണുകളുണ്ട്. അതിൽ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമായ ഹോർമോണാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. അപ്പോൾ ലാക്റ്റിക് എന്നുള്ള വാക്ക് തന്നെ പാലുമായി ബന്ധപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് നമുക്കത് കണക്ട് ചെയ്യാം. പിന്നെ അറിയുന്നതാണ്, മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമായ ഹോർമോൺ പ്രൊലാക്റ്റിൻ ആണ്. പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആയിരിക്കും കേട്ടോ. വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? വളർച്ചാ ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അടുത്തത്. വളർച്ചാഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം ഉണ്ടാകുന്ന ശാരീരിക വൈകല്യം. മനസ്സിലായോ? വളർച്ചാഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം അതുമൂലമുണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമെഗലി എന്ന് പറയുന്നത്. അക്രോമെഗലി. അടുത്തത്. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? മാറലിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി. അടുത്ത ക്വസ്റ്റ്യൻ. രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. അപ്പം നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്നതാണ് ആര്? ടി ലിംഫോസൈറ്റുകൾ. നമുക്കറിയാം. അതിൻ്റെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് തന്നെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ തൈമസ് ഗ്രന്ഥിയാണ്. തൈമോസിനാണ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കേട്ടോ. തൈമസ് ഗ്രന്ഥി നമ്മൾ എന്താ പറഞ്ഞത്? മാറലിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഇത് എന്തിനു സഹായിക്കുന്നു എന്ന് പറഞ്ഞു? ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന, കണ്ടം എന്ന് പറഞ്ഞാൽ കണ്ഠം കേട്ടോ, കണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. അടുത്തത്. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. മുതിർന്നവരിലാണേ, എന്തും ശ്രദ്ധിക്കണം, തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ചോദിച്ചത്. മിക്സഡിമ. അത് മാ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ കണക്ട് ചെയ്തത്, അതുകൊണ്ട് കിട്ടും. മിക്സഡിമ കിട്ടും. അടുത്തതും കൂടി പറയാം.
അടുത്തത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ്? ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ അലർജി, വീക്കം അതൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ കോർട്ടിസോൾ പറഞ്ഞില്ലേ. ഇപ്പോൾ ഇതും കൂടി പഠിക്കൂ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? അൽഡോസ്റ്റിറോൺ ആണ്. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത് പ്രൊജസ്റ്ററോൺ ആണ്. ഇങ്ങനെ ഗർഭാശയത്തിൽ ഭ്രൂണം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നെങ്ങാനും ആലോചിച്ചാൽ മതി കേട്ടോ. പ്രൊജസ്ട്രോൺ ആണ്, പ്രൊജസ്ട്രോൺ. അടുത്തത് ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ലൈംഗിക ഹോർമോണാണ് ഏതാണ്? ഗൊണാഡ് ഗ്രന്ഥിയാണ്. ഓക്കെ, അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയായ സ്റ്റേപ്പിഡിയസ് എവിടെയാണ്? സ്റ്റേപ്പിഡിയസ് എവിടെയാണ്? നമുക്കറിയാം ചെവിയിലാണ്. ചെവിയിൽ തന്നെ നമുക്കറിയാം ആന്തരകർണം, മധ്യകർണം, ബാഹ്യകർണമൊക്കെ ഇല്ലേ. അപ്പോൾ അതിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? അതെ, മധ്യകർണത്തിലാണ്, മധ്യകർണം. ഗ്ലൈക്കോജന്റെ അവയവ വിഘടന ഫലമായി, അതായത് അനൈറോബിക് ബ്രേക്ക് ഡൗൺ കേട്ടോ, അതിൻ്റെ ഫലമായിട്ട് പേശികളിൽ അടിഞ്ഞുകൂടുന്നത് എന്താണ്? ഗ്ലൈക്കോജന്റെ ഈ ഒരു അനൈറോബിക് ബ്രേക്ക് ഡൗൺ കാരണം പേശികളിൽ അടിഞ്ഞുകൂടുന്നത് ലാക്റ്റിക് ആസിഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശിയായ ഓർബിക്കുലാരിസ് ഒക്കുലി അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. കാണപ്പെടുന്നത് എവിടെയാണ്? ഓർബിക്കുലാരിസ് കണ്ണിൽ. രക്തത്തിലെ ഹിമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം. രക്തത്തിലെ ഹിമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്നത് മയോഗ്ലോബിൻ. പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം അറിയാലോ, പേശി ചലനങ്ങളാണ് ചോദിച്ചത്. സെറിബെല്ലം. അടുത്ത ക്വസ്റ്റ്യൻ. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയലുകൾക്കിടയിലുള്ള പ്രത്യേക പേശികൾ. ഇവിടെ കുറച്ച് ബ്ലറായിട്ടുണ്ട്, എന്നാലും ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയലുകൾക്കിടയിലുള്ള പ്രത്യേക പേശികൾ ഇന്റർകോസ്റ്റൽ പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം ഏത്? നാഡീകോശം. ലഹരി പാനീയങ്ങൾ പ്രധാനമായും തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത്? ലഹരി പാനീയങ്ങൾ സെറിബെല്ലം. മൂർഖന്റെ വിഷം മനുഷ്യ ശരീരത്തിന്റെ ഏത് വ്യൂഹത്തെയാണ് ബാധിക്കുന്നത്? മൂർഖന്റെ വിഷം ശ്രദ്ധിക്കണം, അണലീൻ്റെത് വേറെ എന്തോ പറയുന്നുണ്ട്. മൂർഖന്റെ വിഷം നാഡീവ്യൂഹം. മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഹിപ്പോകാമ്പസ് കാണപ്പെടുന്നത്? ഹിപ്പോകാമ്പസ് കാണപ്പെടുന്നത് എവിടെയാണ്? മസ്തിഷ്കം. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഗ്രന്ഥി ഏതാണ്? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. നമ്മൾ നേരത്തെ ജൈവ ഘടികാരം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ. മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നത്? മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗം ശരീരത്തിന്റെ വലതു ഭാഗത്തെ ആയിരിക്കും നിയന്ത്രിക്കുന്നുണ്ടാവുക. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണമാണ് ചോദിച്ചത്. 43. അതെങ്ങനെ ആലോചിക്കാം? നാഡി എന്ന് പറയുമ്പം 4 എന്നല്ലേ, അല്ലേ? 43, 4 എന്നുള്ളത് കണക്ട് ചെയ്യാം. ഈ 4 എഴുതുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 4 ഇങ്ങനെ തിരിച്ചിട്ടാ 3 എന്നല്ലേ, അപ്പം 43. മനസ്സിലായോ? ഞാൻ കണക്ട് ചെയ്തത് മനസ്സിലായോ? നാഡി എന്ന് പറയുമ്പോൾ 4, പിന്നെ 4 കണ്ടോ, ഇങ്ങനെയല്ലേ എഴുതുന്നത്? 3, 43. നാഡികളുടെ എണ്ണം 43. അടുത്തത്. വേഗത്തിൽ ചുഴറ്റുന്ന തീപ്പന്തത്തിന്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം. നമ്മളെ കണ്ണിന്റെ എന്തോ ഒരു ഇതാണത്. എന്തായിരിക്കും? അതെ, വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1/16 സെക്കൻഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ശ്രവണ സ്ഥിരത എത്രയാണ്? ശ്രവണ സ്ഥിരതയാണെങ്കിൽ 1/10 സെക്കൻഡാണ്. മാറിപ്പോകണ്ട. അടുത്തത്. മനുഷ്യനേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര്. നിറങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കോൺ കോശങ്ങളാണ്. അടുത്തത്.
പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ. അപ്പം ഇലാസ്തികത എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇലാസ്റ്റിക് എന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാമല്ലോ. ഇലാസ്റ്റിക് കണ്ടിട്ടില്ലേ? ഇലാസ്റ്റിക്കിൻ്റെ കളർ എന്താ? ഇലാസ്റ്റിക്കിൻ്റെ കളർ വെള്ളയാണ്. അത് വെച്ച് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വെള്ളെഴുത്ത് കണ്ടോ? വെള്ളെഴുത്ത്. ഓക്കെ. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ വെള്ളെഴുത്ത്. അടുത്തത്, ലെൻസിൻ്റെ വക്രതയിലുള്ള ന്യൂനതകൾ കാരണം പ്രതിബിംബം ശരിയായ രീതിയിൽ രൂപം കൊള്ളാത്ത അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം. അടുത്തത്, ഒരു വസ്തുവിൻ്റെ ത്രിമാന രൂപം കാണാൻ സാധിക്കുന്നത് കണ്ണിൻ്റെ ഏത് പ്രത്യേകത മൂലമാണ്? ഒരു വസ്തുവിനെ 3D ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് പ്രത്യേകതയാണ് കണ്ണിൻ്റെ? അതെ, ദ്വിനേത്ര ദർശനം. ദ്വിനേത്ര ദർശനം. ഓർഗൻ ഓഫ് കോർട്ടി ചെവിയുടെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി ഞാൻ ചോദിക്കുന്നത് ആന്തരകർണമാണോ മധ്യകർണമാണോ ബാഹ്യകർണമാണോ? അതാണ് ചോദിച്ചത്. ആന്തരകർണത്തിലാണ് ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത്. കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്ന ഭാഗം ഏത്? മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയാം. അടുത്തത്, മനുഷ്യരുടെ ശ്രവണ സ്ഥിരത എത്രയാണ്? മനുഷ്യരുടെ ശ്രവണ സ്ഥിരത 10/1 സെക്കൻഡാണ് കേട്ടോ. 10/1 സെക്കൻഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1/10 സെക്കൻഡ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി, ഇതൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. ഇതൊക്കെ എത്രയോ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അറിയാം. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്ക് ആണ്. 20 ഹെർട്സിൽ താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക്കും 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ അൾട്രാസോണിക്കുമാണ്. അടുത്തത്, ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി ഓൾഫാക്ടറി നെർവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂക്കിലെ 2 കുഴലുകളെ വേർതിരിക്കുന്ന ഭിത്തിയുടെ പേര് എന്ത്? മൂക്കിലെ 2 കുഴലുണ്ടല്ലോ, അതിനെ വേർതിരിക്കുന്ന ഭിത്തിയുടെ പേര് സെപ്റ്റമാണ്. സെപ്റ്റം. ഓക്കെ. കയ്പറിയുന്ന രുചിഗ്രാഹികൾ നാവിൻ്റെ ഏത് ഭാഗത്താണ് ഉള്ളത്? കയ്പാണ്. കയ്പ് ഓരോ ഭാഗത്തല്ലേ. നമുക്ക് മധുരം നാവിൻ്റെ തുമ്പത്താണെന്ന് നമ്മൾ പറയുന്നില്ല. അതേപോലെ കയ്പറിയുന്നത് എവിടെയാണ്? ഉൾവശത്താണ്. വായ്ക്കകത്ത് നാവിൻ്റെ ഉൾവശത്ത് ഏറ്റവും അപ്പുറത്താണ് കയ്പ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മനുഷ്യ ശരീരത്തിൽ നിന്നുള്ളത്. ഇവിടെ കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ വായിക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി, നീളം കൂടിയതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സാർട്ടോറിയസ് ആണ്. സാർട്ടോറിയസ്. അടുത്തത് നോക്കൂ, ശരീരത്തിലെ തപാലാപ്പീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? തലബാലാപ്പീസ്, തലാമസ്. തപാലാപ്പീസ്, തലാമസ്. അടുത്തത്, ശ്വസനവേളയിൽ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ എന്നറിയപ്പെടുന്നത്. മാക്രോഫേജുകൾ. അടുത്തത്, ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത്? ദ്വിമാന കാഴ്ച നമ്മൾ പറഞ്ഞല്ലോ 3D ആയിട്ട് നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയാൻ സഹായിക്കുന്നു അല്ലേ? അങ്ങനെ നോക്കുമ്പം എത്ര ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് നമുക്ക് സാധ്യമാകുന്നത്? 150 ആണ്. 150. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹീമോപോയിസസ്. എന്താണ് നിർമ്മാണ പ്രക്രിയ? രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹീമോപോയിസസ് എന്നാണ്. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി ഏതാണ്? ഹയോയിഡ് ആണ്. കീഴ്ത്താടി ആ ഭാഗത്ത് വരുന്ന എല്ലാണ് അസ്ഥിയാണ് ഹയോയിഡ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ എല്ല് ചോദിച്ചാൽ സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പിസ്. ഓക്കെ. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് ധാതുക്കളും ധാതുക്കളും ജീവകങ്ങൾ, അതായത് വിറ്റാമിനുകളൊക്കെയാണ്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കുന്നില്ല. ഇതിലിപ്പോൾ മനുഷ്യ ശരീരം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ ബാക്കിയാണ്. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുവിധം എല്ലാ പോയിൻറ്റ്സും ആയേനെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.